നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയത്തിൽ വിശ്വസിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെയോ കൊടിയുടെയോ നിറമൊന്നും നോക്കാതെ രാഷ്ട്രീയത്തിൽ മാത്രം വിശ്വസിക്കുന്ന ചില സാധാരണക്കാരായവരുണ്ട്. അവരെല്ലാവരും എല്ലായ്പ്പോഴും പറയുന്നത് സാധാരണക്കാരുടെ വിഷയങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കളും ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം എപ്പോഴും പറയാറുണ്ട്. ഇന്നിതാ രാവിലെ തന്നെ ടീം കേരള എന്ന പേരിൽ കേന്ദ്രമന്ത്രിമാരെ കണ്ടിരിക്കുകയാണ് നമ്മുടെ CM മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം കേരള ഗവർണറും. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, കേരളത്തിലെ പ്രശ്നങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് കേന്ദ്രമന്ത്രിമാരെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെ? അതായത് ഗവർണറും മുഖ്യമന്ത്രിയും നമ്മൾ ഇത്രയും നാൾ കണ്ടുവന്നിരുന്നത്, കഴിഞ്ഞ ഒരു 5-6 വർഷമായി നമ്മൾ കണ്ടുവന്നിരുന്നത് രണ്ട് ചേരിയിൽ നിന്നിരുന്ന മുഖ്യമന്ത്രിയും ഗവർണറെയായിരുന്നു കണ്ടുവന്നിരുന്നത്. ഇപ്പോഴിതാ ഇവിടെ അതായത് ആദ്യമായി കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രശ്നം ബോധിപ്പിക്കാനായി രണ്ടുപേർ ഒന്നിച്ചിരിക്കുകയാണ്. ഗവർണറും മുഖ്യമന്ത്രിയും ഒന്നിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മുടെ കേരള രാഷ്ട്രീയം ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയമാണോ ആശാപ്രവർത്തകരുടെ വിഷയമല്ലേ? പക്ഷേ ഈ ഒരു കാര്യം ആ ഒരു കേന്ദ്രമന്ത്രിമാരുടെ ചർച്ചയിൽ ഉയർത്തിയിരുന്നില്ല എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ടീം കേരളയുടെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് നോക്കാം. നമുക്ക് ഈ പുതിയ ഗവർണറായിട്ട് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹം ചുമതല ഏറ്റെടുത്ത ശേഷം തന്നെ നമ്മള് കേരളം മൊത്തം ഏറെ പ്രതീക്ഷയോടെയായിരുന്നു. അത് മുൻ ഗവർണറെ പോലെ തന്നെയായിരിക്കോ, വീണ്ടും ഒരു യുദ്ധം, ഗവർണർ സർക്കാർ യുദ്ധം തന്നെയായിരിക്കോ ഇദ്ദേഹം കൂടി വരുന്നതോടുകൂടി തുടരുന്നത് എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ അതിനെല്ലാം വിപരീതമായിട്ടായിരുന്നു പുതിയ ഗവർണറായി ചുമതലയേറ്റ വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. തുടക്കം മുതൽ തന്നെ വളരെ മൃദു സമീപനത്തോടു കൂടിയിട്ടാണ് സർക്കാരുമായിട്ടും അദ്ദേഹം പല കാര്യങ്ങളിലും, നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളിലും അദ്ദേഹം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ലഹരിയാണ്. ഇപ്പോൾ ഈ ഒരു 2025 പിറന്നതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് കൊലയും കൊലപാതകങ്ങളും അതുപോലെ തന്നെ ലഹരി പലയിടങ്ങളിൽ പിടിക്കുന്നുണ്ട്. യുവാക്കളിലും കുട്ടികളിലും ഇത്തരത്തിൽ ലഹരി ഉപയോഗം വലിയ തോതിൽ വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പീഡനങ്ങൾ, അതുപോലെ ആക്രമണങ്ങൾ, അത്തരത്തിൽ ഒട്ടനവധി നിരവധി ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരുപാട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ദിവസവും നമുക്ക് തന്നെ ഇത് ഇത്തരം വാർത്തകൾ കണ്ടും കേട്ടും വായിച്ച് നമുക്ക് തന്നെ മനസ്സൊക്കെ മരവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ ശ്രീജ പറഞ്ഞ പോലെ കുടിയുടെ നിറമോ അല്ലെങ്കിൽ പാർട്ടിയുടെ പേരോ ഒന്നും നോക്കാതെ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ ഈ ലഹരി എന്ന് പറയുന്ന ഈ ഒരു വിപത്ത് നമ്മുടെ കേരളത്തിന് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഗവർണറെ പോലുള്ള ഒരാൾ ഇത്തരത്തിൽ മാതൃകാപരമായിട്ട് മുൻപോട്ട് വന്നുകൊണ്ട് നമ്മുടെ എല്ലാ MP-മാരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എല്ലാം തന്നെ ഉൾപ്പെടുത്തി അദ്ദേഹം ഒരു യോഗം വിളിച്ചു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കേരള ഹൗസിൽ വെച്ച് യോഗം വിളിച്ചു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്ന പോലെ ഇനി അങ്ങോട്ട് ഈ സംസ്ഥാനം, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം എന്റെ സ്വന്തം സംസ്ഥാനം പോലെ തന്നെയാണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും മുൻപോട്ട് രാഷ്ട്രീയത്തിന് അതീതമായി മുൻപോട്ട് ഇറങ്ങി പ്രവർത്തിക്കണം. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന ഈ പല പ്രശ്നങ്ങളെ കുറിച്ചിട്ടും കേന്ദ്രത്തിനെ ബോധിപ്പിക്കും. അതിനായിട്ട് അദ്ദേഹവും കൂടെ ഉണ്ട്. അദ്ദേഹവും മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒരു ഗവർണർ. നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അല്ലെങ്കിൽ വേറെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കേരളത്തിൽ ഈ അടുക്കിടെയായിട്ട് നടന്നു വരുന്ന പല സംഭവങ്ങളിലും അദ്ദേഹം അതിനെ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ആഘാതം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന MP-മാർക്കൊക്കെ അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ളത്. കാരണം ഒരുപാട് സംഭവങ്ങളാണ് ഈ അടുത്തായിട്ട് ലഹരി വേട്ട നടക്കുന്നുണ്ട്. ഈ കുട്ടികളിലെല്ലാം തന്നെ ഈ MDMA പോലുള്ള മയക്കുമരുന്ന് സുലഭമായിട്ട് സ്കൂളുകളിലും എത്രയോ സംഭവങ്ങളാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സാര കാര്യത്തിന് തമ്മിൽ തല്ലി, നമ്മൾ ആ കോഴിക്കോട് താമരശ്ശേരിയിലെ ഒരു 15 വയസ്സുകാരനെയൊക്കെ ഇത്തരത്തിൽ കൂട്ടം കൂടി ചേർന്ന് കുട്ടികൾ അടിച്ച് പിന്നെ ആ കുട്ടി മരണത്തിലേക്ക് പോയ വാർത്തയൊക്കെ നമ്മൾ വളരെ ഞെട്ടലോടെയാണ് കേട്ടത്. MDMA വിഴുങ്ങി കഴിഞ്ഞ 2 ദിവസം പോലീസുകാരനായിട്ട് പേടിച്ചപ്പോ MDMA പാക്കറ്റ് വിഴുങ്ങി. അപ്പൊ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം വളരെ കൂടുതലായിട്ട് ഇന്ന് നമ്മുടെ ഈ പറയുന്ന കുട്ടികൾക്കിടയിൽ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് വളരെ സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്. അതിന്റെ പ്രത്യാഘാതങ്ങളാണ് ഈ പറയുന്ന പോലെ ഈ ആക്രമണങ്ങളും കൊലപാതകങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ ഈ പറയുന്ന പോലെ രാഷ്ട്രീയക്കാർ തന്നെ മുന്നോട്ട് ഇറങ്ങണം. നമ്മൾ തന്നെ പല ആളുകളും കമന്റ് ചെയ്യുന്നതാണ്, നിങ്ങൾ ഈ തമ്മിൽ തല്ലിയിട്ട് ഈ പറയുന്ന പോലെ സീറ്റിന് വേണ്ടി തമ്മിൽ തല്ലാതെ ഇതിനൊക്കെ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുക. അതല്ലേ ഒരു ജനപ്രതിനിധി, അല്ലെങ്കിൽ അതല്ലേ ജനങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യേണ്ടത് എന്ന് ജനങ്ങൾ തന്നെ പ്രതികരിച്ചു തുടങ്ങി. പക്ഷെ അങ്ങനെയുള്ള ഒരു പോരാട്ടത്തിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗവർണർ നേരിട്ട് മുൻപോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അത് വളരെ
ഒരു ശുഭകരമായിട്ടുള്ള വാർത്തയാണ്. എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ആശാ വർക്കർമാരുടെ കാര്യം. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി അവർ ഈ സമരത്തിലിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആശമാർക്ക് പിന്തുണച്ചുകൊണ്ട് അനവധി ആളുകൾ വരുന്നുണ്ട്. കാരണം അവർ ചോദിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്. കാരണം അവർ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജോലി ചെയ്ത വേതനമാണ്, അവരുടെ അവകാശത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുത്ത തൊഴിലാളികൾ ഒന്നിച്ചുണ്ടാക്കിയ ഒരു പാർട്ടിയിലെ മുഖ്യമന്ത്രിയാണ് തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് വലിയൊരു പേടിപ്പെടുത്തുന്ന കാര്യം. അതായത് ഞങ്ങൾ തരാനുള്ളതെല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി തന്നിരിക്കുന്നു, ഇനി കേന്ദ്രം മാത്രമേ തരാനുള്ളൂ എന്ന് നാഴിക്ക് 40 വട്ടം പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഇപ്പോൾ നേരിട്ട് അതായത് കവാത്ത് മറക്കുന്ന ഒരു കാര്യം അല്ലെ, നിർമ്മലാ സീതാരാമനെ നേരിട്ട് കണ്ടിട്ട് പോലും അവർ കൃത്യമായുള്ള കാര്യം ആശാ വർക്കർമാരുടെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ആശാ വർക്കർമാരുടെ ഒരു സമരം തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. കൃത്യമായി അവർ അവരുടെ അവകാശത്തെ കുറിച്ച് ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ മുഖ്യമന്ത്രി കേന്ദ്രത്തോട് സംസാരിച്ചിട്ടില്ല അധികം ഒന്നും. എങ്ങനെ നമുക്ക് നോക്കിക്കാണാം. അത് മാത്രമല്ല സുരേഷ് ഗോപിയുടെ ഇടപെടൽ എല്ലാ ദിവസവും ഉണ്ടാകുന്നുണ്ട് പ്രശ്നത്തിൽ. അതിനിടയിലാണ് ഈ പറയുന്ന പോലെ ഇവർ ഈ സമരം ചെയ്യുന്നിടത്ത് ഈ പുലർച്ചെ 3 മണിക്ക് അവർ ഈ പൊരി വെയിലും ഇപ്പത്തെ കാലാവസ്ഥ അറിയാം, ഒരു ദിവസം ഭയങ്കര ചൂടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും മഴ. അപ്പോൾ അതൊക്കെ വകവയ്ക്കാതെയാണ് ഇത്രയും സ്ത്രീകൾ അവരവിടെ രാപ്പകലില്ലാതെ അവരവിടെ സമരം ചെയ്യുന്നത്. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്, ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പാണ് അവര് കെട്ടിയിരുന്ന ഒരു പന്തല് പുലർച്ചെ 3 മണിക്ക് മഴ പെയ്തപ്പോൾ ഈ പറയുന്ന പോലീസ്, ഇവിടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവിടെ നിന്നൊരു ഇടപെടലില്ലാതെ ഒരിക്കലും പോലീസ് ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്യില്ല. പുലർച്ചെ 3 മണിക്ക് മഴ ചാറിയ സമയത്താണ് ഇവരേനെ അവിടെ ഉറങ്ങിക്കിടന്ന് ഇവരേനെ എണീപ്പിച്ച് നിർത്തിയിട്ട് ആ പന്തല് പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അത്രയും സ്ത്രീകൾ ആ മഴ, അത് ശക്തമായിട്ടുള്ള മഴയാണോ അതോ എന്തോ ചാറ്റൽ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും അവരെ ആ ഒരു പുലർച്ചെ 3 മണിക്ക് അത്തരത്തിൽ ഇവിടെ വനിതാ മതിലൊക്കെ കെട്ടുന്ന സർക്കാരാണ്. അപ്പോൾ ഇതും സ്ത്രീകൾ തന്നെയാണ്, ഇവരും ഇവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സമീപനം അത് വളരെ എന്താ പറയാ മനുഷ്യത്വപരമായിട്ട് ഒരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. എത്രയോ ആളുകൾ ഇവർ സമരം ചെയ്യുന്നുണ്ട്. ഇത് ഈ പുലർച്ചെ 3 മണിക്കാണ് ഇവരെ ഈ ഒരു പന്തല് പൊളിച്ചു മാറ്റിയിട്ട് ഇവരെ മഴയത്ത് ഇറക്കി നിർത്തുക, അതും ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഈ പറയുന്ന പോലെ ഇവരെ ഒരുമാതിരി താഴ്ത്തുന്ന രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് ഇപ്പോഴും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ പിന്തുണ ഒരുപാട് വർദ്ധിക്കുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അദ്ദേഹം 2 തവണ അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ രാവിലെ വന്നു, രാത്രി വന്നു, ഇന്ന് രാവിലെ വന്നിരിക്കുകയാണ്. പൂർണ്ണ പിന്തുണ അദ്ദേഹം നൽകുന്നുണ്ട്. കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം അവിടെ കേന്ദ്രത്തിൽ നേരിട്ട് അറിയിക്കും. മാത്രമല്ല നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നേരത്തെ അദ്ദേഹം നേരിട്ട് തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാകാത്തത്. കാരണം ഇതേപോലെയാണ് കഴിഞ്ഞ വർഷം ഒക്കെ തന്നെ മത്സ്യബന്ധന തൊഴിലാളികളുടെ വലിയൊരു സമരം ഉണ്ടായിരുന്നു. അവർ നിരന്തരം ഇങ്ങനെ സമരം നടത്തിക്കൊണ്ടേയിരുന്നു. പക്ഷെ എന്താണ് മുഖ്യൻ വിചാരിച്ചത്, ആ കാര്യം തന്നെ നടപ്പിലാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ആശമാരുടെ കാര്യം, പക്ഷെ ഈ പെണ്ണൊരുമ്പിട്ടാൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതങ്ങനെ ഒരുമിട്ടാലൊന്നും പിന്നോട്ട് നിൽക്കാൻ തൽക്കാലം ഈ നമ്മുടെ ഈ പെണ്ണുങ്ങൾ എന്ന് തന്നെ പറയാൻ പെണ്ണുങ്ങൾ തയ്യാറല്ല എന്നുള്ളിടത്താണ്. കാരണം മറ്റൊന്നുമല്ല, അതായത് സ്വർണ്ണക്കരണ്ടിയോ വെള്ളിക്കരണ്ടിയോ അല്ലെങ്കിൽ ഞങ്ങളെ മന്ത്രിയാക്കണം, MLA ആക്കണം, പാർട്ടിയുടെ അമരത്തിലിരുത്തണം എന്നൊന്നുമല്ല ആവശ്യപ്പെടുന്നത്. എന്താണോ ജോലി ചെയ്യുന്നത് അതിന് കൃത്യമായ അർഹിക്കുന്ന കൂലി ലഭിക്കണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ആശമാരൊക്കെ തന്നെ കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ആശമാരെ അടിച്ചൊതുക്കാനുള്ള നീക്കമൊക്കെ തന്നെ പലയിടത്തും നടന്നിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല നീക്കങ്ങൾ, പക്ഷെ അതിലൊന്നും തന്നെ പിന്നോട്ടില്ല. നാളെ ആറ്റുകാൽ പൊങ്കാല വരികയാണ്. എല്ലാ അമ്മമാരും സാധാരണ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു ഉത്സവം തന്നെയാണ്. സമരപ്പന്തലിൽ പൊങ്കാല ഇടുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധവും നാളെ ഉണ്ടാകുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഈ സുരേഷ് ഗോപിയുടെ ഒരു ഇടപെടൽ ഒരു പക്ഷേ ഒരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസം ഈ പേരിൽ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഉടക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ കൃത്യമായ ഇടപെടൽ ഒരു പക്ഷേ പലരും ഷോ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചാലും ശരി, ഒരു പക്ഷേ ഇടപെടാനുള്ള ഈ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കേന്ദ്രത്തിൽ നിന്നുള്ള വേതനം കൂട്ടിയിരിക്കുകയാണെന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും ടീം കേരള എന്ന് നമ്മൾ പറഞ്ഞത് ഇത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു നീക്കം മുഖ്യമന്ത്രിയും ഗവർണറും നല്ല രീതിയിൽ മുൻപോട്ട് പോകട്ടെ. അതെ, ആ നല്ല രീതിയിൽ മുൻപോട്ട് പോട്ടെ. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ, പ്രധാന ആവശ്യങ്ങൾ പരിഗണിക്കാൻ കൂടി ഈ ഒരു കൂട്ടായ്മ സാധ്യമാകട്ടെ എന്നുള്ളതാണ്. അതുവരെ എന്തായാലും ആശമാരുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ നാടിനെ വിഴുങ്ങിയിരിക്കുന്ന ലഹരി വേട്ടയ്ക്കെതിരെയും നമുക്ക് ഒന്നിച്ച് ശബ്ദമുയർത്താം.